ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുരിങ്ങക്കായ വെച്ചിട്ടൊരു കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് മുരിങ്ങക്കായ ഇത്ര എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്, സബോള ചെറുത് പറഞ്ഞിട്ടുണ്ട് വേണം, ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ചീകി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കറി, സൂപ്പറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിലേക്കുള്ള നാളികേരമാണ്. ഒരു മുറിയൊന്നും എടുത്തിട്ടേ കുറച്ചെടുത്തിട്ടുള്ളൂ. ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലോണം വഴറ്റി കൊടുക്കാം, നല്ല മൂത്ത് വരട്ടെ. എന്നിട്ട് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പ്, 1 ഗ്രാമ്പ് മതി, ഒരു സ്മെല്ല് കിട്ടാനായിട്ട് കേട്ടോ, നല്ലൊരു മണം ഉണ്ടാവാനും. നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 3-4 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വേണം ഇടാം കേട്ടോ. ഞാനിപ്പോൾ കറിക്ക് കൊടുക്കണം, ഇതിലേക്ക് കൊടുക്കണ്ട. പിന്നെ വാങ്ങിച്ച് കുറച്ച് വെച്ചിട്ടായിട്ട് അത് കഴിഞ്ഞ് പോയി. ഇതിലേക്ക് നല്ല മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണ് വെളുത്ത എള്ളുണ്ടല്ലോ അതിട്ട് കൊടുക്കണം. അപ്പോൾ അരച്ച് കഴിയുമ്പോൾ നല്ല കട്ടി കിട്ടും കേട്ടോ, ചാറിനും കട്ടി കിട്ടും, ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. നല്ലോണം വഴറ്റി കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള കറി കേട്ടോ. മുരിങ്ങക്കായ പിന്നെ നല്ലതാണല്ലോ കഴിക്കണത്. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ മുരിങ്ങക്കായ മാത്രമാണല്ലോ നിങ്ങൾ കണ്ടതാണല്ലേ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ തന്നെ എടുത്തിട്ടില്ല. ഇറച്ചി മീനും പോലെ അല്ലല്ലോ, പച്ചക്കറിയിലാകുമ്പോൾ മുളക് പൊടി വളരെ കുറയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് എരിവ് കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും നമുക്ക്. പിന്നെ കുറച്ച് മീറ്റ് മസാല കേട്ടോ ലേശിട്ടുണ്ട്. അപ്പോൾ അത് ആയിട്ടുണ്ട്, അരക്കാം കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ തന്നെ സബോള വട്ടാം. നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടാക്കി നോക്കുക. എപ്പോഴും നമ്മൾ ഒരു വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കണ്ടേ, അല്ല ടേസ്റ്റ്. എനിക്ക് എപ്പോഴും ഒരു വെറൈറ്റി മാത്രം ഞാൻ ചിന്തിക്കുന്ന ആളുണ്ട് കേട്ടോ. അങ്ങനെയാണ്. ഇതുകൊണ്ട് വേറെ മോഡൽ ഉണ്ടാക്കുക, അതിന് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുക, അങ്ങനത്തെ ഒക്കെ ഒരാൾ തന്നെയാണ്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ മുരിങ്ങക്കായ അതിട്ട് കൊടുക്കാൻ പോകും. ഒരു കഴുകിയെടുത്തത് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് വേണമെങ്കിൽ നടുക്ക് പൊളിച്ചിങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് വെന്ത് കൊടുക്കും. ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് കഴിയില്ലേ ഒരു കറി, എന്ത് രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. ഇത് നമ്മൾ ഈ സവോള വട്ടുന്ന സമയത്ത് തക്കാളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുന്നത്, ലേശം പുളിയാണ് കേട്ടോ ഒഴിക്കണത്. ഇപ്പം അരച്ചത് ഒഴിച്ചു കൊടുക്കാം, നല്ലോണം അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മുരിങ്ങക്കായ ഇപ്പോൾ ഉണ്ടാവും കേട്ടോ, മിക്കവാറും വീട്ടിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ വില കുറവ് വന്നുകൊണ്ട് മുരിങ്ങക്കായ്ക്ക്. അപ്പം ഉണ്ടാവുമ്പോൾ നിങ്ങൾ മേടിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചു കേട്ടോ. കൊള്ളാം, നല്ല കറി. ഇതിനി തിളച്ച് കുറച്ച് എണ്ണ തെളിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. പറയില്ലേ, വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ലേശം പുളി, ഒരു കുരുവിൻ്റെ പുളി അത്ര ഉണ്ടല്ലോ, അത്രയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു പുളി ടേസ്റ്റ് അതിന് മാത്രമാണ് കേട്ടോ. ഇനി ഒന്ന് വറ്റി ഒന്ന് എണ്ണ തെളിഞ്ഞ് ഇറക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് ഉള്ളി കാച്ചാം, കടുക് വറക്കാം. ഞാൻ ഒന്നും ചെയ്യണില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ ഇതിൽ വെളിച്ചെണ്ണ ഉണ്ട്. ഇപ്പോൾ കറിവേപ്പിലിട്ട് ഇറക്കി വയ്ക്കാണ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക.